ഇന്നത്തെ റെസിപ്പി ഇഡ്ഡലി ദോശ ബാറ്റർ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഡ്ഡലി, തട്ടുദോശ, ഗീ റോസ്റ്റ്, കുട്ടി ദോശ ഇതിൻ്റെ റെസിപ്പി പ്രിപ്പറേഷനും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1 കപ്പ് ഉഴുന്നും കൂടെ ചേർക്കാം. 2 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഒരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകാം. പിന്നെ ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ ഒന്ന് കുതിരാൻ വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വെള്ളം ഊറ്റിയെടുക്കാം. അപ്പം കറക്റ്റ് മെഷർമെൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഊറ്റി മാറ്റുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരു മെഷറിങ് കപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ ഇങ്ങനെ തന്നെയാണ് അരയ്ക്കുന്നത്. ആദ്യത്തെ ബാച്ച് അരച്ചെടുക്കാം. അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കുക. കുറച്ച് തരി ഉണ്ടാവുന്ന തരത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് തരി കാണണം. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി രണ്ടാമത്തെ സെക്ഷൻ അരയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് ചോറും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് മൊത്തത്തിൽ ഞാൻ 2.25 കപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അരിക്കും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ചോറിനനുസരിച്ച് അത് വ്യത്യാസം വരും. ചെറിയ വ്യത്യാസം വരുള്ളൂ. ഇനി മാവ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഫെർമെൻറ്റ് ചെയ്യാൻ ഒരു 10 മുതൽ 12 മണിക്കൂർ വെക്കേണ്ടി വരും. ഇതിപ്പോൾ നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ല ചൂടുള്ള ക്ലൈമറ്റിലാണെന്നുണ്ടെങ്കിൽ മാവ് ഇതിനെക്കാട്ടും മുന്നേ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഇഡ്ഡലി തട്ടിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം. ഓരോരോ തവി മാവ് ഇതിലേക്ക് കോരി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റീം കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിനുള്ളിൽ ഇഡ്ഡലി എല്ലാം റെഡിയാവും. ഇതൊന്നങ്ങ് ടാപ്പ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂട് വിട്ട ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്യാം. ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത് ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മാവ് ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഒരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കിട്ടാൻ വേണ്ടിയിട്ട്, എന്നാലേ ദോശ ശരിയാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട്, ആ ചൂടൊന്ന് ബാലൻസ് ആവാൻ. ശേഷം നമുക്ക് 1 തവി മാവ് കോരി ഒഴിക്കാം. കോരി ഒഴിച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതൊന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇങ്ങനെ മൂടി വെക്കണത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ പാനിൻ്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ മതി. അടുത്ത് ചെയ്യാനുള്ളത് തട്ടുദോശയാണ്. അതിന് വേണ്ടിയിട്ട് പാൻ ഒന്ന് റെഡിയാക്കി എടുക്കുക. ശേഷം 1 തവി മാവ് കോരി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും കനം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ വേവിക്കുക. ഒരു 1 മിനിറ്റ് മതി. 1 മിനിറ്റിനുള്ളിൽ ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ തട്ടുദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ കാണിക്കാം. അപ്പോൾ ഈ തട്ടുദോശയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാവ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടി വേണം. കുറച്ച് ബബിൾസ് എടുക്കുന്ന സമയത്താണ് അത് മൂടി വെച്ച് വേവിക്കേണ്ടത്. ശേഷം തിരിച്ചിട്ടിട്ട് 1 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ശേഷം നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഗീ റോസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 തവി മാവ് കോരി ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. ഇതിലാണ് നമ്മുടെ പാനിൻ്റെ ചൂട് ചെറിയ ചൂടിലിട്ടാൽ മതി. എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് ചുറ്റിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് വേവുന്ന സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഈ നെയ്യും കൂടെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞ് കിട്ടും. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ സൈഡുകളൊക്കെ ഇങ്ങനെ വിട്ട് വരും. എന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇഡ്ഡലി ദോശ ബാറ്റർ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ നന്നായിട്ട് വരും. ഇപ്പോൾ ഇവിടെ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇത് ഒരെണ്ണം കൂടെ കാണിക്കാം. ഇതിൽ നമ്മൾ പാനിൻ്റെ ചൂട് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പരത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ആ ചൂടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രം മാവ് കോരി ഒഴിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി.
അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ദോശ പരത്തിയെടുക്കാൻ പറ്റും. ഈ സമയം കൊണ്ട് ഇഡ്ഡലിയുടെ ചൂടെല്ലാം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കത്തിയോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് പെർഫെക്റ്റ് ആവുകയും അതുപോലെ തന്നെ നല്ല ഇഡ്ഡലി ചൂട് വിട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ പലഹാരങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന മാവ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ ഒരാഴ്ചത്തേക്കൊക്കെ ഇങ്ങനെ മാവ് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് ഒരു 12 മണിക്കൂർ പുറത്ത് വെച്ച് ഫെർമെൻറ്റ് ചെയ്ത ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് കയറ്റി സൂക്ഷിച്ചാൽ മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.